എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. മോൻ നല്ല നേരത്തിന് തന്നെ എത്തിയല്ലോ. അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ ഇവിടെ? ഗുളിയനും ചാത്തനും ദാഹത്തിന് വെച്ചതാ. എന്നാ എന്താ ഇത്? പ്രസാദ തെങ്ങിൻ കള്ള. മുത്തശ്ശി ഞങ്ങള് പൊക്കോട്ടെ. അല്ല, രാജി എവിടെ? അവക്ക് ചോര കണ്ട തലകറങ്ങും, അതുകൊണ്ട് വന്നില്ല. മുത്തശ്ശ വാ പോവാം. ഓ, അവളവിടെ ഒറ്റയ്ക്കിരുന്ന് പേടിച്ചിട്ടുണ്ടാവും. പോയിട്ട് വരാം. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ ഉണ്ട്. കൂട്ടുകാരനെവിടെ? ജോണിക്കുട്ടി. എനിക്കറിയില്ല. അതെ, ബോംബെന്ന് മൂപ്പരൊരു ദോസ്ത് വന്നിരുന്നു. ഒരു തടിയൻ വിഷുവിന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ നേരെ ഗുരുവായൂർക്ക് പോയിട്ടുണ്ട്. ഗുരുവായൂർക്കാ? ആ, അങ്ങടാണെന്ന് പറഞ്ഞാ പോയത്. ഞാനും പുറപ്പെട്ടതാ. അപ്പം മൂപ്പര് പറഞ്ഞു വേണ്ടാന്ന്. എന്താ അങ്ങനെ അവിടെ നാല് നല്ലൊരു കാര്യമായിട്ട് എന്റെ കുട്ടി വന്നപ്പോഴാ എനിക്ക് സന്തോഷായത്. കാര്യം എന്താണെന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞില്ല. നമ്മളെ സുമയ്ക്കൊരു ആലോചന അതങ്ങോട്ട് നടത്താൻ തീരുമാനിച്ചു. അവൾക്ക് കല്യാണം ശരിയായാലേ ചാത്തനൊരു കോഴി കൊടുക്കാന്ന് നേർന്നിട്ട് 2-3 കൊല്ലായി. എല്ലാം അറിഞ്ഞോണ്ടൊരാള് സമ്മതിക്കണ്ടേ? ഒരു കുട്ടിയുള്ളതിനെ മൂടി വയ്ക്കാൻ പറ്റുമോ? ജാതിയും അതൊന്നും നോക്കിയില്ല. എന്തൊക്കെ ആയാലും മോന്റെ കൂട്ടുകാരനല്ലേ. ആര്? ജോണിയോ? ആ, ജോണിക്കുട്ടി തന്നെ. എന്നോട് 3-4 ദിവസമായി പറഞ്ഞു തുടങ്ങിട്ടേ സുമ സമ്മതിക്കുമെന്നായിരുന്നു പേടി. ആ, എല്ലാം ശരിയാവണി മാത്രം വിഷ്ണുനോട് പറഞ്ഞാ മതി എന്നാ ജോണിക്കുട്ടിക്ക്. അതിനിടയിൽ വേറെ ചിലത് ഞാൻ അറിഞ്ഞു. സുമ പറഞ്ഞു എന്നോട്. സുമക്കുട്ടിയുടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാനുട്ടിയെ ഈ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു കൊടുത്തു. ഇല്ല മുത്തശ്ശി, അത് നടക്കില്ല. അത് നടക്കാൻ പാടില്ല. ഇല്ല, ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. അയാള് കൂട്ടുകാരൻ തന്നെയല്ലേ ജോണി? അതെ. പിന്നെന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? അത് അവര് തമ്മിലൊരു ചേർച്ചയില്ല. അവൻ ഒന്നിലും ഒരു സ്ഥിരത ഇല്ലാതെ, പിന്നെ വീടോ സ്വന്തോ ബന്ധമോ ഒന്നും ഇല്ലാതെ ബോംബെയിൽ തെരുവില്. അതൊന്നും പറയണ്ട. അയാള് മാത്രമല്ലല്ലോ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ, പക്ഷേ സ്വന്തവും ബന്ധമൊക്കെ ഉള്ള ഒരാളെ നമുക്ക് തേടി പിടിച്ചൂടെ? മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറയേ. അനു, തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും, ഈ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെയാണ് ആലോചിച്ചത്. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എനിക്ക് നേടണമെന്ന്. എനിക്ക് വേണ്ട. അവള് സന്തോഷമായിട്ടിരിക്കണം, അത് മതി. അത്രേ ഉള്ളൂ ആശ. സന്തോഷം ഉണ്ടാവില്ല, മാത്രമല്ല വലിയ വിഷമങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, അവളുടെ കുട്ടിയുടെ അയാളിപ്പോ അവിടെ ഉണ്ട്? ആ തെണ്ടിയോ? വേണ്ട, അവൾ അങ്ങനെ നിന്നോട്ടെ. ഞാനുള്ളിടത്തോളം കാലം അവളും അവളുടെ കുഞ്ഞു പട്ടിണി കിടക്കില്ല. എന്തെങ്കിലും കാര്യമില്ലാന്ന് വിഷു അങ്ങനെ പറയോ? ഏതായാലും അതാ വെടിയെന്നൊന്നും ഇപ്പൊ വേണ്ട. ദാമു വരട്ടെ. അതാ ഞാനും പറയണേ. ആ എഴുത്ത് വിളി കയറി കളയാണ്ടിരുന്നെങ്കിൽ ഒരെഴുത്ത് എഴുതി ചോദിക്കായിരുന്നു. ഇപ്പൊ വിലാസവും ഇല്ല. ഏട്ടൻ എന്നെ എഴുതുന്നു വരുന്നു വിചാരിക്കണ്ട. അതെന്താ? എനിക്കിനി അങ്ങനെ ഒരു ഏട്ടനില്ല, മരിച്ചുപോയി. ഇവൾ എന്തൊക്കെയായി പറയണേ? ശരി, എന്താ ചത്തുപോയാലും ജീവിക്കാണ്ട് പറ്റുമോ? ഞാൻ വന്ന നേരം ശരിയായില്ലാന്ന് തോന്നുന്നു.
ഇന്നും ബാനുവിനൊരു ചൂട്. കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ഇത്തിരി തുണിയും സാധനങ്ങളും ഒക്കെ വാങ്ങി. ഒരു ചെറിയ താലിമാലയും. അതൊന്നും ഇപ്പോഴേ വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു, എന്നാലും വാങ്ങി. എന്റെ കയ്യില് കാശിരിക്കില്ല, ഓട്ടക്കയ്യ. എവിടെ സുമ? ദാ, ഇതൊക്കെ ഇഷ്ടമായാന്ന് നോക്കിയേ. ഇനി ഇഷ്ടമാകാത്തത് മാറ്റി തരണമെന്ന് കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പുറത്തെടുക്കണ്ട. ഇഷ്ടാവാത്തത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒന്നും ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാ മതി. അല്ല, ഒന്ന് നോക്കാതെ എങ്ങനെ ഇഷ്ടമല്ലാന്ന്? എനിക്കിഷ്ടമല്ല. ഈ കല്യാണത്തിന് എനിക്കിഷ്ടമല്ല. മോനെ, ദാമു വന്നിട്ട് മതിയെന്ന്. ദാമോ? ഏത് ദാമു? വെറുതെ മറ്റടുത്ത് വർത്താനം പറയരുത്. ഇതാ മനുഷ്യനെ കൊരകളിപ്പിക്കാൻ. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. ഓ, ഇനി ആലോചിക്കണമെന്നോ? അപ്പൊ ഇന്നലെ ആലോചിച്ചിട്ടൊന്നും അല്ലേ പറഞ്ഞത്? വിഷം വന്നപ്പോ അവൻ പറഞ്ഞോ പറ്റില്ലെന്നും. കൊന്നുകളയോ പന്നിനെ? അയാളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് തോന്നി വേണ്ടാന്ന്. നിങ്ങൾക്ക് തോന്നുമ്പോ വേണം, തോന്നുമ്പോ വേണ്ടെന്ന് പറയാൻ ഞാൻ ശ്രദ്ധിക്കണം. അതിന് ഞങ്ങൾ അങ്ങനെ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. എനിക്ക് പെണ്ണിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ എനിക്ക് കിട്ടണം. അത് ഞാൻ കൊണ്ടുപോകും. വിശ്വനല്ല, അവന്റെ തന്തവന്ന് തടഞ്ഞാലും ഞാൻ കൊണ്ടുപോകും. ജോണിയാ പറയണത്. എന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. എടേ, അവന്റെ കൂടെ ജീവിച്ച് സുഖിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ നടക്കൂല. വാക്കിന് നെറിവില്ലാത്ത പൊട്ടിക്കൊഴുവേറി മക്കള്. നിറം മാറിയപ്പോ കണ്ടോ ഒരു കാട്ടുപോത്ത്? വെറുതെ ആണോ വിഷം സമ്മതിക്കാത്തത്? तो क्या है अपन का दोस्त या दुश्मन? ദോസ്ത്, എന്നിട്ടാണോ പട്ടി എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ എന്ത് ചെയ്യുന്ന? ഞാൻ സുമയെ കെട്ടി നിനക്കെന്താ? എന്താ അവളെ നിനക്ക് വേണോ? പൊന്നേടെ മനെ തോന്നിയ പറഞ്ഞോണ്ടല്ലോ. പിന്നെ എന്താ നിനക്ക്? എനിക്കൊരു ജീവിതം ഉണ്ടായി നിനക്കെന്താ? എനിക്കൊരു കുടുംബം ഉണ്ടായി നിനക്കെന്താ? എനിക്കൊന്നുമില്ല, സന്തോഷ. പക്ഷെ നിന്റെ പഴയ വേല അത് ഞാൻ സമ്മതിക്കില്ല. എന്ത് വേല? രാധ നീ എവിടേക്ക് അയച്ചേ? ഏത് രാധ? ജോണി, നീ എന്തിനാ റോഷനെ വരുത്തിയ? നിന്നോട് ഇല്ലാത്ത കള്ളത്തിനെ പറഞ്ഞ് നിന്റെ കണ്ണി അടിച്ചു പിടിക്കടാ തേണ്ടി. എന്നാ ഞാൻ വിറ്റു. എന്തേ? എനിക്ക് കാശ് വേണം, നീ തരുമോ? അതിനുവേണ്ടി ഞാൻ അവളെ വിറ്റു. എന്നിട്ട് ആ നിനക്ക് സുമയെ കെട്ടിച്ചേരാൻ ഞാൻ സമ്മതിക്കണമല്ലേ? ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ? നീ എന്ത് നുണയം പറയും, എന്ത് ചതിയും ചെയ്യും. നിനക്ക് അമ്മയും പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ. ഞാൻ ഒരു പുതിയ ജീവിതത്തിന് എനിക്കൊന്നും കേൾക്കണ്ട. ചങ്കെടുത്ത് കാട്ടിയാലും നിർത്തടാ. സുമയെ കിട്ടും നീ മോഹിക്കണ്ട. ഞാനത് സമ്മതിക്കില്ല. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ലെങ്കിലും ജോണി വിചാരിച്ച ആ 3 നിന്റെ മുന്നിൽ കൂടി കൊണ്ടുപോകുന്നത് കാണണോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കതിന് പറ്റുമോ? സാലേ വിശ്വം, ബോംബെയിലെ തെരുവെന്ന് നിന്നെ പിടിച്ചെടുത്ത ഈ കൈയാണ്. ഈ കൈ പിടിച്ച് നമ്മൾ വളർന്നു ഇവിടെ വരെ എത്തി. ഈ കൈ ഇനി ഒരുമിച്ച് പോവില്ല. ഇനി നീ എന്റെ ശത്രു, ഞാൻ നിന്റെയും. ജോണി,